നിന്നോട് ഇപ്പൊ നിങ്ങൾ കെട്ടിയെടുക്കാൻ ഞാൻ പറഞ്ഞോടാ സുരേഷേ. ഇനിയിപ്പോ എന്തിനാ താമസിക്കുന്നേ? പട്ടിക അടിച്ച് ഓട് കയറ്റിയല്ലേ? എപ്പ പട്ടി അടിക്കണം, എപ്പോ ഓട് കയറ്റണം എന്നൊക്കെ ഞാൻ പറയും. കാരണം ഞാൻ ഇവിടുത്തെ മൂത്താശാരി. മൂതാശാരി മണിക്കൂറൊന്നായല്ലോ കൂട്ടലും കിഴിക്കലും വരക്കലും ഒക്കെ തുടങ്ങിയിട്ട്. എന്താ അങ്ങോട്ട് ചേർന്നില്ലേ? ഇതേ ചിരട്ടിയും കോലും എടുത്ത് കയ്യിൽ കുത്തുന്ന ഏർപ്പാടല്ല, കണക്ക്. അത് തന്നെ ഞങ്ങളും പറയുന്നത്. അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയാവുന്നവര് വേണ്ടേ മുകളില്? മോനെ, മണികണ്ഠനാശാരിയോട് കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കണം കേട്ടോ. പെരുന്തച്ഛന്റെ കഥ ഓർമ്മയുണ്ടല്ലോ. ഉന്നം തെറ്റാതെ ഈ ഉളി അങ്ങോട്ട് ഇട്ടാലുണ്ടല്ലോ. അതിന് ഉന്നം തെറ്റാതെ ഇട്ടാലല്ലേ? വേണ്ട പണിയെടുക്കാൻ സമ്മതിക്കില്ല. മൂത്താശാരി മണികണ്ഠനെ. ഓ പെരുന്തച്ഛന് ശ്വാസം വിടാം. പ്രേമേട്ടൻ എത്തി. മോന്തായം കൂട്ടിയോ? ഞാൻ വന്നിട്ട് മതിയെന്ന് പറഞ്ഞല്ലേ? ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചതാ. പാവം മുള്ളിപ്പോയി. എവിടെ? ഞാൻ വരാം. വല്ല കാര്യം ഉണ്ടായിരുന്നു ആ പിള്ളേരുടെ വായിലിരിക്കുന്ന കേൾക്കാൻ? നീ ഇതെപ്പോ വരുമെന്ന് വിചാരിച്ചിട്ടാ പോലീസുകാരല്ലേ പിടിച്ചോണ്ട് പോയത്? ഈ വളബന്ധം എന്താ കൊള്ളിച്ച് കയറ്റാത്ത? എവിടെ? ഇങ്ങനെ നല്ല പണിയായി കാണിച്ചിരിക്കുന്ന. നിനക്ക് ഈ കുറ്റിയടിക്കൽ ഒരു സ്ഥിര ഏർപ്പാടാക്കിയാൽ എന്താ? വീടിന്റെ പുറത്തൊരു ബോർഡ് എഴുതി വെച്ച് വെറുതെ ഇരുന്നാ പോരെ? പ്രേമചന്ദ്രൻ ആശാരി, കാണാനുള്ള സമയം ഇത്ര മുതൽ ഇത്ര വരെ. ആളുകൾ വന്ന് ക്യൂ നിൽക്കും. വെയിലും കൊള്ളണ്ട, വേർക്കും വേണ്ട. എനിക്കിപ്പോ വെയില് കൊണ്ടും വേർത്തും കിട്ടുന്ന കാശ് മതിയേ. ഇവിടെ മോനെ, Every body contains its state of rest or uniform motion unless it is compelled by an external force. എന്തോന്നാ ഈ കുട്ടി വായിച്ചു കൂട്ടുന്നത്? കണ്ടെയ്ൻസ് അല്ല, കണ്ടിന്യൂസ് ആണ് മോളെ. എവറി ബോഡി കണ്ടിന്യൂസ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ്, ലോ ഓഫ് ഇനർഷ്യ. നമ്മളൊക്കെ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇടില്ലേ? അപ്പൊ നമ്മളെല്ലാരും മുന്നോട്ടായില്ലേ? അതൊക്കെ ഈ തിയറിയുടെ ഭാഗങ്ങളാ. അർത്ഥം മനസ്സിലാക്കി പഠിക്കുമോളെ. ഫോൺ വിലാസിനെ ആളിന് എണീക്കാൻ ലേറ്റ് ആയോ? വിലാസ് ചായ എടുത്തോ? പാൽ ഇച്ചിരി കൂടിപ്പോയോന്നൊരു സംശയം. സാരല്ല, പാലല്ലേ. എന്തൊക്കെയാ കുഞ്ഞുകുട്ടന്റെ പരിപാടി? ആദ്യം എണ്ണ തേച്ച് ചൂടുവെള്ളത്തിൽ ഒരു കുളി, പിന്നെ ഭക്ഷണം കഴിഞ്ഞ് ഇവിടെ സ്കൂൾ വരെ ഒന്ന് പോണം. കുട്ടികളെ ഇവിടെ തന്നെ ചേർക്കാൻ പറ്റുമോ നോക്കണേ. തിരിച്ചു വന്ന് ഊണ് കഴിച്ച് സുഖമായിട്ടൊരു ഉറക്കം. എന്തേ? അത് ഇന്നത്തെ പരിപാടി. ചോദിച്ചത് അതല്ല. അല്ല, ഞങ്ങൾ ഇനി എന്നും ഇവിടെ തന്നെ കാണുവേ. സ്വന്തം ഭാര്യ വീടിന്ന് കുളിച്ചുകൊണ്ട് ജീവിക്കാന്ന് പറഞ്ഞ അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് അളിയ. ആ സുഖം ഇനി ഇവിടെ നടപ്പില്ല അളിയ. അധ്വാനിച്ച് സ്വന്തം കുടുംബം നോക്കാൻ പറ്റാത്ത ഒരു കല്യാണം കഴിക്കാൻ പാടില്ല, മനസ്സിലായ? ആ വർത്താനം പറയരുത്. അളിയനേക്കാൾ മുമ്പ് ഉളിയും കൊട്ടോടിയും കണ്ടോനാണ് ഞാൻ. വേണി ബേപ്പൂർ ചെന്ന് അന്വേഷിച്ചോക്കെ കുഞ്ഞോട്ട് ആരാന്ന്. അതിനെന്തിനാ ബേപ്പൂർ വരെ പോണേ? ചെരുപ്പ് കിടക്കാരൻ ജോർജിന്റെ മേശ പണിത് ആരാ? അതെങ്ങനെ പട്ടിക്കൂടായത്? ഗൾഫുകാരൻ സുബൈറിന്റെ ഉമ്മയ്ക്ക് കട്ടിലുണ്ടാക്കിയിട്ട് ആദ്യത്തെ കിടപ്പിൽ തന്നെ കട്ടിലൊടിഞ്ഞ് ആ തള്ള കിടപ്പിലായില്ലേ? അലമാരി പണിത കോഴിക്കോട്, കോഴിക്കോട് പണിത എലിപ്പെട്ടി. എന്ത് പറഞ്ഞാലും ഒരു ബേപ്പൂര്. ഇനി ബേപ്പൂര് എന്ന് പറഞ്ഞാൽ ആ ബേപ്പൂര് ഞാൻ കത്തി. ബേപ്പൂരെ പറ്റി പറയാനല്ലോ, ബേപ്പൂരിന്റെ ചോറ. ബേപ്പൂർ നിന്റെ ചോറ് ഞാൻ ശരിയാക്കി. അമ്മേ, നീ അച്ഛനും മാമനും തല്ലോടി കളിക്കുന്നേ. നീ എന്റെ നേരെ കയ്യല്ല, ഞാൻ കാലോങ്ങും. മനസ്സിലായില്ല. ഇവൾ കിട്ടാൻ രണ്ട് കൊടുക്കണ്ടേ? അമ്മേ, ഞാൻ പറഞ്ഞതാ ഇവന്റെ കൂടെ പോവരുത്. എന്താണ് രണ്ട് പിള്ളേരായില്ലേ? എന്ത് പ്രശ്നം നമുക്ക് പറഞ്ഞു തീർക്കാം. നീ എന്റെ നേരെ കയ്യോ കാണിക്കുന്നേ? അയാൾക്ക് വിവരമില്ലാതായി വിട്ടി. എല്ലാവർക്കും മണികണ്ഠൻ ചേട്ടനെ പോലെ വിവരം ഉണ്ടാവോ? ഒരു മിനിറ്റ്, ഒന്ന് ശാന്തനാവൂ. എന്താണ് ഇന്നലെ പറഞ്ഞതൊക്കെ മറന്നുപോയോ? ഞങ്ങളുടെ കൂടെ കുഞ്ഞുകുട്ടേട്ടനെ കൂട്ടാനുള്ള പദ്ധതി ഒപ്പിച്ചു വരികയല്ലേ ഞാൻ. അതിനിടയിൽ ഒരു മിനിറ്റ് ശാന്തനാകും. അവിടെ പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അതിനിങ്ങനെ തല്ലുകൂടുകയാണ് വേണ്ടത്. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ. പൂന്താനം പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഒരാള് ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവരെ പെരുമാറുന്നത് നിർബന്ധം പഠിക്കാൻ പറ്റുമോ? അല്ല, അതുകൊണ്ടൊരു കോംപ്രമൈസ്. നാളെ മുതൽ കുഞ്ഞുകുട്ടേട്ടനും നമ്മുടെ കൂടെ പണിക്ക് വരുന്നു. അയ്യോ, മിണ്ടരുത്. നമ്മളെ കൊന്നല്ലേ മണികണ്ഠൻ ചേട്ടാ? ഞാനില്ലേ കൂടെ? ഓക്കെ, 1 2 3. അയ്യോ, ഈ കട്ടിലപ്പണി നീളം ചേരുന്നില്ലല്ലോ. അളവ് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആയിരുന്നല്ലോ. എവിടെ? പഠിക്കും ചേരുന്നില്ല, കാലിനും ചേരുന്നില്ല.
അയ്യോ ഇതെന്തിനാ മുറിച്ചേ? താഴത്തെ പണിക്ക് ഇന്നാളും പോരെ. താഴത്തെ മുകളിലെയും പണി കഴിച്ചു വെച്ചതല്ലേ, ഇത് സൈഡിലേക്കുള്ളതല്ലേ? എന്നാ പിന്നെ അത് എന്നോട് പറയണ്ടേ? പ്രേമ അളന്നു വെച്ച കട്ട്ല 2 കഷ്ണാക്കി. സംശയമുണ്ട്, ആരെങ്കിലും ചോദിച്ചുകൂടെ കുഞ്ഞുട്ടേട്ടാ? ആ, എനിക്ക് സംശയമില്ലല്ലോ, ഇത് താഴത്തെ പണിയാണെന്നല്ലേ എന്റെ ധാരണ. ഉടമസ്ഥം വരുമ്പോ ഞാൻ എന്താ പറയാ എന്റെ ഭഗവാനെ? അല്ലയോ, ഞങ്ങള് ബേപ്പൂരി ഉരുവിന്റെ പണിയെടുക്കുമ്പോ അടി പരത്താനുള്ള പലകല്ലേ. ബേപ്പൂരിനെ പറ്റി ഒരു അക്ഷരം മിണ്ടിയാലല്ലോ, എന്നിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും. കുഞ്ഞുട്ടേട്ടാ ഓ. ഇങ്ങോട്ട് വന്നേ. ആ. ഇങ്ങ് വാ. ഓ, പോയി 4 ചായ വാങ്ങിച്ചോണ്ടാ, ഒന്ന് പഞ്ചാര ഇടാതെ. അലിയനല്ലേ? മനസ്സിലായി. നിന്നെ ഞാൻ ഏ? ആ. നീ ഒറ്റ ഒരുത്തനാ ഈ കത്രീന ചേർത്തി എന്തൊക്കെയുണ്ട് അറിയോ? അറിയാതെ പിന്നെ വൃന്ദാവനവും നന്ദകുമാരനും വ്യാപതു കൽബതും കൽബതല്ലോ ഏതോ മക്കള് ചായ കുടിച്ചോ? ആ ചായക്കുള്ള നേരെ ആവണല്ലേ ഉള്ളൂ ചേട്ടത്തി. അവിടെ പണി നടക്കണ്ടല്ലോ, അവിടെ കൊണ്ടുവരും, അപ്പൊ ഞങ്ങൾ കുടിച്ചോളാം. അത് മര്യാദയാണോ? ഇവിടെ വന്നാ ഇവിടെ നിന്ന് തന്നെ ചായ കുടിക്കണം. എന്നാ കുറച്ച് കഴിയട്ടെ. നമസ്കാരം. അപ്പൊ ചായയാണോ കാപ്പിയാണോ മക്കൾക്ക് ഇഷ്ടം? അയ്യോ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും വേണ്ട. എന്നൊന്നും പറഞ്ഞാ പറ്റില്ല, എന്തെങ്കിലും ഒന്ന് കുടിച്ചേ പറ്റൂ. ചായയോ കാപ്പിയോ? എന്നാ പിന്നൊരു ചായ ആയിക്കോട്ടെ. ആ, കാപ്പിക്ക് മധുരടാലോ. ഇഷ്ടം പോലെ ഇട്ടോളൂ. ആ, കണ്ടോടാ എന്ത് മര്യാദയുള്ള സ്ത്രീ. മണികണ്ഠൻ ചേട്ടനെ ശരിക്കും മനസ്സിലായിട്ടില്ല, വേറെ ആളാണെന്ന് വിചാരിച്ചിട്ടാ. അസൂയ വേണ്ടടാ, ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പെരുമാറ്റം പോലെ ഇരിക്കും. ഞാൻ എത്ര കൊല്ലം മുമ്പ് കണ്ടതാ ഇവരെ, എന്നിട്ട് ആ സ്നേഹം കാണുമ്പോ സത്യത്തിൽ എന്റെ കണ്ണൊക്കെ നമുക്ക് പിന്നെ നിറയ്ക്കാം. പണി നടക്കട്ടെ. പിടി പിടി പിടി. എന്നാ പണിയായി കാണിക്കുന്നേ? അരി തിളച്ചു വരുന്നതേ ഉള്ളു. തിളച്ചത് തന്നെയാ വേണ്ടത്. ഞാൻ അങ്ങോട്ട് കേറി വരണോ പ്രേമ? ഇങ്ങോട്ടോ? വേണ്ട, പുറത്തുള്ള പഴയതില് നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങെടുത്തോ. ആ വൃന്ദാവനവും ചിന്ത ഭഗവാനെ ഇത്ര വേഗം ചായ ആയ. ആയി, ഇന്നാ കുടിച്ചോ. പ്രേമ ഈ തള്ളക്ക് വട്ടാടാ, ഓടിക്കോ. അടബോ. ഓടിക്കടാ. ചായ വേണമെന്ന് പറഞ്ഞത് എന്റെ ഈശ്വര. ഹലോ, അതെ എന്താ ഗോപാലേട്ടാ, ഞാനത് മറക്കോ? നിങ്ങൾ മരെടുത്തോളൂ. ഇല്ലില്ല, ഇനി അധികം ദിവസം ഇവിടെ വേണ്ട. ഫസ്റ്റ് ഫ്ലോറിനുള്ളതൊക്കെ ഏകദേശം ആയി. ഇത് തീർന്ന നേരെ അങ്ങോട്ടാ. പിന്നെ പ്രേമേന്ദ്രൻ ഇല്ലാണ്ടിരിക്കോ? ഓക്കെ ഓക്കെ ഓക്കെ, വരുമ്പോ എല്ലാ പണിയും കൂടി ഒരുമിച്ചാവും. അയ്യോ നിർത്ത്. ചിന്തേറിട്ട് തടി മുഴുവൻ തേഞ്ഞു പോയല്ലോ. ചെയ്യുന്ന പണി പിന്നെ വെടുപ്പാക്കണ്ടേ? ആ ഇടത്തോളം വെടിപ്പൊക്കെ മതി. നീ ചെന്ന് ഇവനിപ്പോ എന്ത് പണിയാ കൊടുക്ക? ആ ജനലിന്റെ കമ്പി തുളച്ച അതിങ്ങോട്ട് ചെല്ല്. കമ്പി തുളപ്പിക്കല്ല മണിയുണ്ട് ചേട്ടാ. പുള്ളിക്കാരൻ ഇന്നലെ തുളച്ച ജനലുകൾ മാറ്റി വെച്ചിരിക്കുന്നത്, ഒരൊറ്റ കമ്പി കയറുന്നില്ല. അതെ, ഈ കോളേജ് പ്രൊഫസർമാർ 1ാം ക്ലാസ് പഠിപ്പിക്കാൻ പറ്റാ ചില അക്ഷരങ്ങളൊക്കെ തെറ്റിന്ന് വരും. ഉരു കണ്ടുണ്ടോ? ഉരുവിന്റെ ബേപ്പൂരിന്റെ കഥ ഇനി പറഞ്ഞ കുഞ്ഞുട്ടേട്ടന്റെ കഴുത്തിന് ഞാൻ ഉള്ളിയാ കയറ്റും. ഞാനോട് വരാനല്ലേ എന്നോട് പറഞ്ഞത്? ഈശ്വരനെ ഓർത്ത് കുഞ്ഞുട്ടനെ എനിക്കൊരു സഹായം ചെയ്യണം. ഇനി മുതൽ നീ ഒരു പണിയും ചെയ്യണ്ട. കാലത്ത് വന്ന് തണലിൽ എവിടെയെങ്കിലും ചെന്നിരിക്കുക. വൈകുന്നേരം ആകുമ്പോ കൂലി ഞാൻ തന്നോളാം. ഭാഷ മനസ്സിലാവുണ്ടല്ലോ. ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം, ഇതല്ല ഉദ്ദേശം. ഇനി ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ കൂല. പ്രേമ, ഞാൻ പോണി, എന്നെ തടുക്കരുത്. ഇയാളെ പെങ്ങളും കുട്ടികളും വഴിയാതാരായാലും വേണ്ടില്ല. കുഞ്ഞുട്ടനാശാരി ആരാന്ന് കാണിച്ചു കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. എല്ലാവരും കൂടുതലായിട്ട് പറയാൻ ഗുഡ് ബൈ. ആഹാ, തിരിച്ചു വിളിക്കാൻ ഇപ്പൊ വിളിക്കണം. ഈ പടി കടന്നാ പിന്നെ എന്നെ കിട്ടൂല. പടി വേഗം കടക്കടാ. പിടി. ഈശ്വര, കുഞ്ഞുകുട്ടേട്ടനെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ, ഇത് എന്ത് വേഷം? മോളെ, ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട് മോനെ. അത് എല്ലാരും മനസ്സിലാക്കണത് നല്ലതാണ്. ഒരു വഴിയാണ് 9 വഴി തുറക്കുന്ന, അത് 1ാമത്തെ വഴിയാണിത്. ഇനി 8 എണ്ണം കിടക്കുന്നത്. ഇനിയുണ്ടോ? 8 എണ്ണം. ഇതെന്താ വീട് വെക്കാൻ പോവാണോ? വീടും വെക്കും. അത് മുമ്പ് ഞാൻ ഒരു കാറിന് വില പറഞ്ഞിട്ടുണ്ട്. അതെന്റെ വൈഫിന്റെ നിർബന്ധ. അവൾക്ക് അവളുടെ ബ്രദറിന്റെ വീട്ടു പഠിക്കൽ സ്വന്തം കാറിൽ ചെന്ന് ഇറങ്ങണത്രേ. ഒരാഗ്രഹല്ലേ, ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇത് കണ്ടോ, ഇത് പഴയ വീട് പൊളിച്ച് വിൽക്കുന്നവരോട് ചുളു വിലക്ക് വാങ്ങിയതാ. ഇത് ഞാനൊന്ന് ഭരണി പോലീസിട്ട് 5 ഇരട്ടിക്ക് മറിച്ച് വിൽക്കും.
നിങ്ങൾ ഇവിടെ ഒരു കൊല്ല ഉളി ഉന്തി ഉണ്ടാക്കണുണ്ടല്ലോ ഒരു ഒറ്റ ആയത്തോണ്ട് ഞാൻ ഉണ്ടാക്കും. പിന്നെ കുഞ്ഞുട്ടമ്മ സ്പീഡ് ആയാൽ കൂലി അല്ലാന്ന് വെച്ചാൽ ഊച്ചാലേക്കെങ്കിലും മനസ്സിലാവട്ടെ. എന്റെ പെങ്ങളുടെ കണ്ടകശനി കഴിഞ്ഞിട്ടില്ല എന്റെ പ്രേമ. അവള് ഇനിയും കുറെ കഷ്ടപ്പെടും. ആയിക്കോട്ടെ, എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങളെ തിന്നിറങ്ങാൻ വരുന്നില്ല പോരെ? അല്ല, ഇത് ഞാൻ എത്ര കേട്ടതാ. ഫുട്പാത്തിൽ ചെരുപ്പ് കച്ചവടം തുടങ്ങിയപ്പോഴും തട്ടുകട നടത്തിയപ്പോഴും നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്. ഒടുവിൽ എന്റെ പെങ്ങൾ വിലാസിനിയുടെ കെട്ടുതാലി അടക്കം വിറ്റ് കഴിഞ്ഞിട്ടാ മാമുണ്ണാൻ എന്റെ തിണ്ണ വന്ന് നിറങ്ങിയത്. ആദ്യം 2 കണ്ണഞ്ചരട്ട എടുത്ത് കയ്യിൽ കുത്തിപ്പടിക്കടാ. സമ്മതിച്ചു. സമ്മതിച്ചു പ്രേമ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ കുട്ടിയെ കണ്ട് വീണു പോയതിൽ നിന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. എന്തൊരൈശ്വര്യം! ഇതെന്താ പതിവില്ലാത്തൊരു സംഭവം? കാലത്തൊന്നും കഴിക്കേണ്ട പോകുന്നത്. ചോറും കൂട്ടാനും റെഡി ആയപ്പോ ഞാൻ എടുത്തോണ്ട് പോകും. അത് നന്നായി. മീൻ വറുത്ത എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. ചോറ് മൂപ്പർക്ക് മാത്രമേ ഉള്ളൂ. മഹാഭാഗ്യവാൻ. വർത്താനം പറഞ്ഞിരിക്കണമെന്നുണ്ട്. എന്ത് ചെയ്യും? നേരല്ല, ഒരു ബിസിനസ് മാൻ ആയി പോയില്ലേ. ഡ്രൈവർ, വണ്ടി എടുക്കൂ. ഞാനും കൂടെ കൂട്ടെ സുരേഷ് ഏട്ടാ. വൈകുന്നേരം മാഷിക്ക് ചായ കൊടുക്കാറാകുമ്പോഴത്തേക്കും എത്തിയാ മതി. യോ വേണ്ട വേണ്ട, ഇവിടെ പണിയെടുപ്പിച്ച് നിന്റെ സൗന്ദര്യം കളഞ്ഞു എന്ന് പറഞ്ഞു പ്രേമേട്ടന് ഇനി ഞങ്ങളെ തിന്നാൻ വരും. ഇനി വന്നേ. എന്താ? ഇനി വരാൻ. ചെല്ലുകുട്ടി വരണ്ടേ? ഇനി വരാൻ. ഇതൊരു പുതിയ തരം ലവ് ട്രാക്ക്.